എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് മലയാറ്റൂർ മലയിലേക്കുള്ള ഒരു യാത്രയാണ്. മലയാറ്റൂർ വന്നു കഴിഞ്ഞാൽ രണ്ട് പള്ളികളുണ്ട്. ഒന്ന് കുന്നിന് മുകളിലുള്ള പുരുഷമൂടി പള്ളി, പിന്നൊന്ന് നിങ്ങളിപ്പോഴീ കാണുന്ന തോമാസ് ലീഹയുടെ ഇടവക പള്ളിയാണ്. ഇതിപ്പോൾ പുതുക്കി പണിഞ്ഞൊരു പള്ളിയാണ്. ഇത് കൂടാതെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മറ്റൊരു പള്ളിയും ഇവിടെ തന്നെയുണ്ട്. ഇവിടെ നമുക്ക് തോമാസ് ലീഹയുടെ തിരുശേഷിപ്പ് കാണാൻ പറ്റും. ഈ പള്ളി കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഭയങ്കര ഭംഗിയായിട്ടാണ് ഇതിന്റെ കൊത്തുപണികളും ഇത് ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ. ഈ പള്ളിയിൽ കയറുന്നതിന് മുന്നായിട്ട് തന്നെ ഇവിടെ പെരിയാറുണ്ട് തൊട്ടടുത്ത് തന്നെ. അവിടെ ഇറങ്ങി കുളിച്ചതിന് ശേഷം ഈ ഇടവക പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് മല കയറാൻ പോകുന്നത്. ഇവിടുന്ന് മല കയറാൻ പോകുന്ന സ്ഥലത്തേക്ക് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ഇവിടെ വരെയാണ് നമ്മൾക്ക് നമ്മളുടെ വണ്ടി കൊണ്ടുവരാൻ പറ്റുന്ന സ്ഥലം. ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും. പാർക്ക് ചെയ്യാൻ നല്ല സ്ഥലമുണ്ട്. നിങ്ങൾ ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്കമാലിയിൽ നിന്നൊക്കെ സ്പെഷ്യൽ ബസ് സർവീസ് ഉണ്ട്. ഈ ഒരു സ്ഥലം മുതലാണ് മലയിലേക്ക് പോകാനുള്ള വഴി ആരംഭിക്കുന്നത്. പക്ഷെ മല ഇവിടെ നിന്നല്ല തുടങ്ങുന്നത്, കുറെ കൂടെ മുന്നോട്ടേക്ക് പോകണം. ഇവിടെ ഈ ഒരു റോഡിന്റെ സൈഡിലായിട്ട് മൊത്തം കുറെ കടകൾ കാണാൻ പറ്റും. ഇവിടുന്ന് കുറെ ഫുഡ് ഐറ്റംസും അല്ലാതെയും കുറെ കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ മല കയറുന്ന സമയത്ത് കുടിക്കാൻ കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡൊക്കെ വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റും. മല കയറുന്നതിന് മുന്നേയായിട്ട് ഇവിടെ ഒരു കപ്പേളയുണ്ട്. അവിടെ പോയി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് മല കയറാൻ ആരംഭിക്കുന്നത്. ഇതിവിടുത്തെ ഓഫീസും അതേപോലെ നേർച്ച പായസം അങ്ങനെ കുറേ ഐറ്റംസ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഫീഡിംഗ് റൂമും ഫസ്റ്റ് എയ്ഡും ഒക്കെ കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഇവിടെ വന്ന് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് മല കയറാൻ ആരംഭിക്കുന്നത്. ഇവിടെ മലയാളികളല്ലാതെ ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാരും അതേപോലെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കുറേ ആളുകൾ മല കയറാനായിട്ട് വരുന്നുണ്ട്. ഇവിടെ കാണുന്ന ക്യൂവിൽ നിൽക്കുന്ന ആളുകളൊക്കെ നേർച്ചക്കഞ്ഞി വാങ്ങാൻ നിൽക്കുന്നവരാണ്. അതിനടുത്തായിട്ട് തന്നെ വേറെ ഒരു കിടിലൻ സ്പോട്ടുണ്ട്. ഇവിടെ കൂടുതലും ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്യാനാണ് ആൾക്കാർ വരുന്നത്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഫോട്ടോസൊക്കെ ഇടുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് വരാതെ പോകരുത്. ഭയങ്കര വ്യൂവിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഈ കാണുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ മല കയറാൻ പോകുന്നത്. ഇവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡ് വെച്ചേക്കുന്നതാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഹൃദ്രോഗികളുണ്ടെന്നുണ്ടെങ്കിൽ വൈദ്യോപദേശം തേടിയതിനു ശേഷം മാത്രം മല കയറുക. അതേപോലെ പോകുന്ന വഴിക്ക് റെസ്റ്റ് ചെയ്ത് വിശ്രമിച്ച് മാത്രം മല കയറി പോവുക. പിന്നെ പോകുന്ന വഴിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായാൽ, ക്ഷീണമോ തലകറക്കോ എല്ലാം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റ് എയ്ഡിൻ്റെ ആൾക്കാരുണ്ട്. അവരെ എത്രയും പെട്ടെന്ന് അറിയിക്കുക. പിന്നെ എമർജൻസി ആയിട്ട് നമുക്ക് താഴേക്ക് പോകണമെന്നുണ്ടെങ്കിലും അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അതിന് വേറെ വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ മല കയറുന്നവർ എന്തായാലും പ്രാർത്ഥനയോടുകൂടിയും അതേപോലെ സുരക്ഷിതരായിട്ടും മല കയറാൻ നോക്കണം. ഇനി ഈ മലയാറ്റൂർ മലയിൽ എന്താണുള്ളതെന്നും ഇവിടുത്തെ കുറച്ച് ചരിത്രങ്ങളും ഇവിടുത്തെ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. കുരിശിൻ്റെ വഴി പ്രാർത്ഥന ഉള്ളതുപോലെ തന്നെ 14 സ്ഥലങ്ങളുണ്ട് ഈ ഒരു മലയിലേക്ക് പോകുന്ന വഴിക്ക്. മല കയറി മലമുകളിൽ എത്തുന്നവരെ കുരിശിൻ്റെ വഴി എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് പോകുന്ന ആളുകളുണ്ട്. ഓരോ സ്ഥലം വരുമ്പോഴും അവരവിടെ നിന്ന് പ്രയർ ചെയ്തിട്ടാണ് പോകുന്നത്. ഇവിടുത്തെ 14 സ്ഥലങ്ങളും കയറി മലയുടെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് മാർത്തോമ മണ്ഡപം എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ തോമാസ് ലീഹയുടെ വലിയ രൂപമുണ്ട്. അവിടെ നമുക്ക് നേർച്ചയിടാം. അതിനുശേഷം അതിന് തൊട്ട് പിന്നിലായിട്ട് തന്നെ നേർച്ച വാങ്ങി കഴിക്കാൻ പറ്റും. അതിനടുത്തായിട്ട് തന്നെ ദിവ്യബലി നടക്കുന്ന ഒരു സ്ഥലം കാണാൻ പറ്റും. അവിടെ പ്രത്യേക ഒരു ആംബിയൻസ് ആണ്. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ഇരിക്കാനൊക്കെ കുറേ സ്ഥലങ്ങളൊക്കെ ചെയ്തു വരുന്നു. പൂജ കാണാനും സ്ഥലം കാണാനൊക്കെ സൂപ്പറാണ്. അതിനുശേഷം പിന്നെ നമുക്ക് മുകളിലേക്ക് ചെല്ലുമ്പോഴാണ് ആന കുത്തിയ പള്ളി കാണുന്നത്. ആ പള്ളിയുടെ പഴക്കമൊന്നും ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അത്രയും പഴക്കമുള്ളൊരു പള്ളിയാണ്. ആന കുത്തിയ പള്ളിക്ക് അടുത്തായിട്ട് തന്നെ നമുക്ക് പൊന്നിൻ കുരിശ് കാണാൻ പറ്റും. പൊന്നിൻ കുരിശ് കണ്ടതിന് ശേഷം തോമാസ് ലീഹയുടെ കാൽപാദം പതുങ്ങിയൊരു സ്ഥലമുണ്ട്. അതും കാണാം. പിന്നെ ഈ മലയുടെ മുകളിലായിട്ട് ഒരിക്കലും പറ്റാത്തൊരു അത്ഭുത കിണറുണ്ട്. ഇതൊരു ദുഃഖവെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ന് പ്രത്യേക ഒരു കാഴ്ചയോടെ കാണാൻ പറ്റും. മലയുടെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ യേശുവിന്റെ മരിച്ചു കിടക്കുന്ന രൂപമുണ്ട്. അവിടെ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പോകാം. ഇനി ഇവിടുത്തെ കുറച്ച് ചരിത്രങ്ങളും വിശ്വാസങ്ങളൊക്കെ പറയാം. മലയാറ്റൂർ മലയിൽ വന്നു കഴിഞ്ഞാൽ വിശുദ്ധ തോമാസ് ലീഹയെ എല്ലാവരും മുത്തപ്പൻ എന്നാണ് വിളിക്കുന്നത്. അതേപോലെ മല കയറി പോകുമ്പോൾ മുത്തപ്പോ പൊന്മല കയറ്റം എന്ന് പറഞ്ഞിട്ടാണ് കയറുന്നത്. വിശുദ്ധ തോമാസ് ലീഹയ്ക്ക് മുത്തപ്പൻ എന്ന പേര് വരാനൊരു കാരണമുണ്ട്. കഷ്ടപ്പാടുകളിലും രോഗങ്ങളിലും വിഷമങ്ങളിലും കഴിയുന്ന ഇവിടെ വരുന്ന ഭക്തരെ കാണാനായി വിശുദ്ധ തോമാസ് ലീഹ ഒരു വൃദ്ധന്റെ രൂപം സ്വീകരിച്ച് വരുമെന്നും ഇവിടെ എല്ലാവരും ആശ്വസിപ്പിക്കുകയും രോഗശാന്തി കൊടുക്കുമെന്നുമാണ് ഇവിടുത്തെ വിശ്വാസം. അങ്ങനെ ഒരു വൃദ്ധന്റെ രൂപത്തിൽ വരുന്ന വിശുദ്ധ തോമാസ് ലീഹയാണ് ഇവിടുത്തെ ഭക്തർ മുത്തപ്പൻ എന്ന് വിളിക്കുന്നത്. മുത്തപ്പൻ എങ്ങനെയാണ് മലയാറ്റൂർ മലയിൽ വന്നതെന്നും മുത്തപ്പന്റെ ചരിത്രവും പറയാം. ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു വിശുദ്ധ തോമാസ്. യേശുക്രിസ്തുവിനെ പറ്റി കേൾക്കുകയും അവിടുത്തെ വചനങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത വിശുദ്ധൻ തന്റെ തൊഴിലായ മത്സ്യബന്ധനം അവസാനിപ്പിക്കുകയും വള്ളവും വലയും ഉപേക്ഷിച്ചതിന് ശേഷം യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായി മാറുകയായിരുന്നു. യേശുക്രിസ്തുവിന്റെ കുരിശുമരണവും ഉദ്ധാനവും കഴിഞ്ഞതിന് ശേഷം യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ലോകം എമ്പാടും ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ തോമാസ് ലീഹ ഇന്ത്യയിലേക്ക് ക്രിസ്തുമത പ്രചാരണത്തിനായി വന്നു. വിശുദ്ധ തോമാസ് ലീഹ AD 52 കേരളത്തിൽ വരുന്നത്. 7 പള്ളികൾ പണിഞ്ഞു. അങ്ങനെ തോമാസ് ലീഹ മലമ്പ്രദേശങ്ങളിലൂടെയുള്ള യാത്രയിലാണ് മലയാറ്റൂർ മലയിലെത്തിപ്പെട്ടത്. അന്ന് ഈ മലയിൽ കുറെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
മുത്തപ്പൻ മലയാറ്റൂർ മലയിൽ നിന്ന് നേരെ പോകുന്നത് തമിഴ്നാട്ടിലേക്കായിരുന്നു. അവിടെ മദ്രാസിലെ മൈലാപ്പൂരിൽ വെച്ച് കുന്തം കൊണ്ട് കുത്തേറ്റ് രക്തസാക്ഷിയാവുകയായിരുന്നു. മുത്തപ്പൻ മലയാറ്റൂരിൽ നിന്ന് പോയതിനു ശേഷം നായാട്ടിനായി ഈ മലയിലെത്തിയ മലവേടന്മാര് വിശുദ്ധനിവിടെ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം പ്രാർത്ഥിക്കാനായി ഉപയോഗിച്ചിരുന്ന വിരിപ്പാറയിൽ വിശ്രമിക്കുകയും വിശുദ്ധന്റെ കാൽപാദങ്ങളും കാൽമുട്ടുകളും അത്ഭുതകരമായിട്ട് മുദ്രണം ചെയ്തിരിക്കുന്നതും കാണുകയായിരുന്നു. അങ്ങനെ അവിടെ വന്ന മലവേടന്മാര് ഈ ഒരു വിവരം അവിടെയുള്ള പ്രദേശവാസികളേക്ക് അറിയിച്ചു. ഈ ഒരു വിവരം അറിഞ്ഞ അവിടുത്തെ പ്രദേശവാസികൾ അവിടെ വന്ന് പൊന്നിൻ കുരിശ് കണ്ടെത്തുകയും അവിടെ പ്രാർത്ഥനകൾ ആരംഭിക്കാനും തുടങ്ങി. അങ്ങനെയാണ് ഇവിടെ മലയാറ്റൂർ മലയിൽ ആളുകൾ കയറി തുടങ്ങുന്നത്. അങ്ങനെ ഇവിടുത്തെ പ്രാർത്ഥനയിൽ കുറെ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുകയും ദൂരദൂരമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകളൊക്കെ വന്ന് മലയിൽ കയറാനും തുടങ്ങി. അങ്ങനെയാണ് ഇവിടെ ഒരു തീർത്ഥാടന കേന്ദ്രമായി പിന്നീട് മാറിയത്. ഇവിടെ കുറച്ച് പ്രായം ചെന്ന ആളുകളൊക്കെ മല കയറുന്ന കാണാം. ഇവരൊക്കെ മുടങ്ങാതെ കുറെ വർഷങ്ങളായി മല കയറുന്ന ആൾക്കാരാണ്. അതേപോലെ തന്നെ നേർച്ച നേർന്നിട്ട് മല കയറുന്ന ആളുകളുണ്ട്. നിങ്ങൾ ഇതുവരെ മലയാറ്റൂർ മലയിലേക്ക് പോയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും മല കയറി നോക്കണം. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഒരുപാട് ആവശ്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്നുണ്ട്. കുറെ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ദുഃഖവെള്ളിയാഴ്ചയും പെസവ്യാഴ്ചയും പിന്നെ അതിന് കുറച്ച് മുന്നുള്ള ദിവസങ്ങളിലൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും വലിയ മരക്കുരിശുമായി ആളുകൾ വരാറുണ്ട്. അവർ കുറച്ച് ആളുകൾ കൂടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കും. അവർ ഒരുമിച്ച് ആ മരക്കുരിശും ചുമന്നുകൊണ്ട് ഈ മലയുടെ മുകളിലേക്ക് പോകും. അങ്ങനെ ഒരു കാഴ്ച കാണാമെന്ന് ഇരുത്തിയിട്ടാണ് ദുഃഖവെള്ളിയാഴ്ച നോക്കിയിട്ട് ഞാനൊരു മല കയറാൻ വന്നത്. പക്ഷെ ഞാൻ വിചാരിച്ച സമയത്തിന് എനിക്ക് ഇവിടെ എത്താൻ പറ്റിയില്ല. കുറെ താമസിച്ചു പോയി. ഞാൻ വരുന്നതിന് മുന്നായിട്ട് തന്നെ കുരിശുമായിട്ട് ആളുകൾ മുകളിലെത്തി കഴിഞ്ഞു. ഇനി അടുത്ത വർഷം ഞാനിവിടെ വ്ളോഗ് ചെയ്യാനായിട്ട് വരുന്നുണ്ടെങ്കിൽ എന്തായാലും കുരിശ് ചുമന്ന് പോകുന്ന ഒരു കാര്യം കൂടെ ഞാൻ കാണിക്കാനായിട്ട് പരമാവധി ശ്രമിക്കും. മലയുടെ മുകളിലെത്തി കഴിഞ്ഞാൽ കുറെ ഷോപ്പുകളൊക്കെ ഉണ്ട്. വെള്ളമൊക്കെ വാങ്ങി കൊടുക്കണമെങ്കിൽ കുടിക്കാം. താഴേന്ന് ചുമന്നുകൊണ്ട് വരുന്ന മരക്കുരിശുകളൊക്കെ ഇവിടെയാണ് കൊണ്ടുവെക്കുന്നത്. ഈ ഒരു ഏരിയയിൽ ഫുള്ള് കുറേ കുരിശുകളൊക്കെ വെച്ചിരിക്കുന്ന കാണാം. വലിയ വലിയ കുരിശുകൾ കാണാൻ പറ്റും. മല കയറി മുകളിലെത്തിയാൽ മാർത്തോമ മണ്ഡപം കാണാൻ പറ്റും. ഇവിടെ തോമാസ് ശ്രീയുടെ വലിയൊരു രൂപമുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതേപോലെ തന്നെ ഇവിടെ നേർച്ചയിടാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. മാർത്തോമ മണ്ഡപത്തിന്റെ പിറകിലായിട്ട് തന്നെ നേർച്ച കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടുന്ന് ഈ നേർച്ച വാങ്ങി കഴിക്കാം. ഇവിടെ വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനായിട്ട് വേണമെങ്കിൽ ഇവിടെ ചെറിയ പേപ്പർ പീസ് കിട്ടും. അതിൽ ഇത് പാക്ക് ചെയ്ത് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റും. ഞാനും ഒരു ചെറിയ പാക്ക് നേർച്ച എടുത്തു. ഇനി പോകുന്നത് സന്നിധിയിലേക്കാണ്. ഇവിടെ ദിവ്യബലി നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ നമുക്ക് പൂജ കാണാം. ഇവിടെ ഇരിക്കാനായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. മലയുടെ മുകളിലെത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് തിരികൾ, കൊന്ത, നേർച്ച എണ്ണ അങ്ങനെ കുറേ ഭക്തവസ്തുക്കളൊക്കെ വാങ്ങാൻ പറ്റും. ഈ കാണുന്നതാണ് ആനകുത്തിയ പള്ളി. എന്തുകൊണ്ടാണ് ഈ പള്ളിക്ക് ആനകുത്തിയ പള്ളി എന്ന് പേര് വന്നതെന്നും ഇതിൻ്റെ ചരിത്രമൊക്കെ പറയാം. പണ്ട് കാലത്ത് മലമുകളിൽ ഘോര വനമായിരുന്നു. അന്നിവിടെ ഒരുപാട് വന്യജീവികളുണ്ടായിരുന്നു. വന്യമൃഗങ്ങളുടെ കൂട്ടത്തിൽ കാട്ടാനകളുണ്ടായിരുന്നു. കാട്ടാനകൾ ഈ പള്ളി ആക്രമിച്ചിട്ടുണ്ട്. പള്ളിയുടെ പിറകിലത്തെ ചുമരിൽ കൊമ്പനാനകളുടെ കുത്തേറ്റ് ഒരടിയോളം കൊമ്പ് തുളഞ്ഞു കയറിയ പാടുകൾ കാണാം. ആ ഒരു ഭാഗം ഗ്ലാസ് ചെയ്ത് അതേപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്കതിവിടെ കാണാൻ പറ്റും. ആനകുത്തിയ പള്ളിയുടെ ഉൾവശമാണ് ഈ കാണുന്നത്. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളൊരു പള്ളിയാണിത്. ഇതൊരു ദുഃഖവെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രത്യേക കാഴ്ച ഒന്ന് കാണാൻ പറ്റും. യേശുവിൻ്റെ മരിച്ചു കിടക്കുന്ന തിരുരൂപമുണ്ട്. ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഇവിടെയാണ് പൊന്നിൻ കുരിശ് കണ്ടെത്തിയത്. പൊന്നിൻ കുരിശ് കണ്ടെത്തിയതിനു ശേഷം പൊന്നിൻ കുരിശ് സംരക്ഷിക്കാനായി ഇവിടെ ഒരു കപ്പേള പണിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് വിശുദ്ധൻ്റെ പാദമുദ്ര പതിങ്ങിയ ഒരു സ്ഥലം കാണാനായിട്ടാണ്.
ഇതാണ് വിശുദ്ധൻ്റെ പാദമുദ്ര പതിഞ്ഞ സ്ഥലം. ഇതിപ്പോഴും അതേപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം നമ്മൾ മലയാറ്റൂർ മല കയറി എല്ലാ സ്ഥലങ്ങളും കണ്ട് എല്ലായിടത്തും കയറി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോകേണ്ട സമയമാണ്. പക്ഷേ തിരിച്ചു പോകുന്നതിന് മുന്നായിട്ട് തന്നെ ഈ മലയുടെ മുകളിൽ നിന്നുള്ള കുറേ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റും. അങ്ങനെ മലമുകളിൽ കയറി കാഴ്ചകൾ കണ്ടു നിൽക്കുമ്പോൾ 2 ഭക്തന്മാരായ കുട്ടികളെ ഞാൻ കണ്ടു. അപ്പോൾ അവർ വന്ന് നമ്മുടെ ചാനലിൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിച്ചു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. എന്നിട്ട് അവരെ നമ്മുടെ ചാനൽ കൂടെ കാണിക്കാമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവരെ ഞാൻ കാണിച്ചു തരാം. എവിടെ നിന്ന് വരുമോ? ഇടുക്കി. ഇതൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ? കൃഷി. നിങ്ങളെന്ത് ചെയ്യുക? കൃഷിയാണോ? ശരി. ഉച്ച സമയത്താണ് മല കയറിയത്. മല കയറി മുകളിൽ പോയിട്ട് മുത്തപ്പനോട് പ്രാർത്ഥിച്ചു. തിരിച്ചിറങ്ങി വന്നപ്പോഴേക്കും വൈകുന്നേരമായി. ഇപ്പോഴിത് മലയിലേക്ക് പോകാനായിട്ടുള്ള ആൾക്കാരാണ് നിൽക്കുന്നത്. ഇന്നൊരു ദുഃഖ വെള്ളിയാഴ്ച ദിവസമായിട്ട് തന്നെയാണ് ഇത്രയും തിരക്കുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ മലയാറ്റൂർ മലയിലേക്ക് വരാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ മലയാറ്റൂർ മലയെ പറ്റി അധികം അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു നല്ല സ്ഥലത്തിൻ്റെ വീഡിയോയിലൂടെ വീണ്ടും നമുക്ക് കാണാം.